നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. വിശ്വാസികൾക്ക് ഇനി വ്രതവിശുദ്ധിയുടെ നാളുകൾ. റംസാൻ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നാളെ റംദാൻ വ്രതാരംഭം. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറ ദൃശ്യമായതായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് നേരിടേണ്ടി വന്നത് മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന ആക്രമണത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭാരമേറിയ ആയുധം കൊണ്ടേറ്റ കനത്ത അടിയാണ് ഷഹബാസിന് ലഭിച്ചത്. നെഞ്ചിൽ നിന്നും ആന്തരിക രക്തസ്രാവമുണ്ടായി. കണ്ണിനും ക്രൂരമായ മർദ്ദനമേറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കും. താമരശ്ശേരിയിൽ സംഘർഷത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നത് മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ സന്ദേശം. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് സന്ദേശത്തിൽ. കൂട്ടത്തല്ലിൽ മരിച്ചാൽ പ്രശ്നമില്ലെന്നും പോലീസ് കേസ് എടുക്കില്ലെന്നും ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ. മുഹമ്മദ് ഷഹബാസിന്റെ മരണം ദുഃഖകരമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി അറിയിച്ചു. ഷഹബാസിന്റെ മരണം ഗൗരവതരമെന്ന് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി മനോജ്. ട്യൂഷൻ സെന്റർ നടത്തുന്നത് എയ്ഡഡ് അധ്യാപകനാണെങ്കിൽ നടപടിയെടുക്കും. യാത്രയയപ്പ് പരിപാടിയുടെ മറവിൽ DJ പാർട്ടി നടത്തുന്നതിനോട് യോജിക്കാനാകില്ലെന്നും DDE പറഞ്ഞു. പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. ശ്രീ വിദ്യാധിരാജ കോളേജിലെ ITI വിദ്യാർത്ഥി സാജനെയാണ് സഹപാഠി ആക്രമിച്ചത്. മൂക്കിന്റെ വാലം തകർന്ന സാജൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെയ്യാറ്റിങ്കര വാഴിച്ചാലിൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. മലയങ്കീഴ് സ്വദേശി ജിതിനാണ് പിടിയിലായത്. വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിലെ സെക്കൻഡ് ഇയർ BCom ഫിനാൻസ് വിദ്യാർത്ഥിയാണ് ജിതിൻ. ആശാവർക്കർമാരുടെ സമരത്തെ പ്രതിരോധിക്കാൻ പുതിയ നീക്കവുമായി സർക്കാർ. പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ തേടാൻ നാഷണൽ ഹെൽത്ത് മിഷൻ നിർദ്ദേശം നൽകി. സമരക്കാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ദുഷ്ടബുദ്ധിയാണിതെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശാമാർ സമരം ആരംഭിച്ച് 20 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. ആശാമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപ്രതി അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തി. കുടുംബത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് അറിയില്ലെന്ന് റഹീം. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് നടത്തിയ പ്രാഥമിക വിവരശേഖരണത്തിലാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ. കോഴിക്കോട് പയ്യോളിയിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചെലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30യോടെയാണ് ആർദ്രയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഫെബ്രുവരി 2-നായിരുന്നു വിവാഹം. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ മുത്തലാഖ്. കാസർഗോഡ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് പരാതി. വാട്സപ്പിലൂടെയാണ് മുത്തലാഖ് ചൊല്ലി ബന്ധം പിരിഞ്ഞതായി അറിയിച്ചത്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്തൃവീട്ടിൽ നിന്ന് പീഡനം നേരിട്ടുവെന്നും 12 ലക്ഷം രൂപയുടെ സ്വർണവും പണവും തട്ടിയെടുത്തുവെന്നും കുടുംബം. കൂറുമാറിയ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവ് സുധീർ പുന്നപ്പാലയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ CPIM നേതാക്കൾക്കെതിരെ കേസെടുത്തു. CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രനെതിരെയാണ് കേസെടുത്തത്. സുധീറിന്റെ കട തകർത്തതിന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TP റീന അടക്കമുള്ള CPI നേതാക്കൾക്കെതിരെയും കേസെടുത്തു. പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് വൈസ് പ്രസിഡന്റ് നുസൈബയുടെ ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം കൺവീനറുമായ സുധീർ പുന്നപ്പാലയെ രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. എറണാകുളം കളക്ടറേറ്റിലേക്ക് DCCയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂർ ആർളം ഫാമിൽ വീണ്ടും കാട്ടാനയാക്രമണം. കാട്ടാനയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. ആർളം ഫാം 13-ാം ബ്ലോക്കിലെ താമസക്കാരായ അമ്പിളി, ഭർത്താവ് ഷിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുചക്ര വാഹനത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ കൊട്ടപ്പാറയ്ക്ക് സമീപത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്.
പരിക്കേറ്റ ഇരുവരെയും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി പറവൂരിൽ ആന ഇടഞ്ഞു. റോഡിലൂടെ പോവുകയായിരുന്ന ആനയാണ് ഇടഞ്ഞത്. റോഡിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ ആന തകർത്തു. ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു. പരിക്കേറ്റവർ ചികിത്സയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ട്രഷറിയിലെത്തിയ 7 പേർക്ക് നേരെ തേനീച്ച ആക്രമണം. സമീപത്തെ റവന്യൂ ടവറിൽ തേനീച്ചക്കൂടുകൾ ഉണ്ടായിരുന്നു. പരുന്ത് വന്നിടിച്ച് ഒരു തേനീച്ചക്കൂട് ഇളകുകയായിരുന്നു. പരിക്കേറ്റവരെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോ സിലിണ്ടറിന് 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടറിന് 1812 രൂപയായി. നിലവിൽ 1806 രൂപയായിരുന്നു വില. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. കിസ്തറാം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനത്തിലാണ് വെടിവെപ്പ് നടന്നത്. പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണെന്ന് സുക്മ പോലീസ് സൂപ്രണ്ട് കിരൺ ചവാൻ അറിയിച്ചു. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ മലയാളി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. കോട്ടയം പൊൻകുന്നം കൂരാളി സ്വദേശി സാബു ജോണാണ് കൊല്ലപ്പെട്ടത്. ദിണ്ടിഗലിൽ മാമ്പഴത്തോട്ടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു. തോട്ടത്തിൽ അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ മഞ്ഞുമലയിടിച്ചിലിൽ രക്ഷപ്പെടുത്തിയ തൊഴിലാളികളിൽ 4 പേർ മരിച്ചു. 5 പേരെക്കുറിച്ച് ഇനിയും വിവരമില്ല. 50 പേരെ രക്ഷപ്പെടുത്തി. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ മനായിലെ ക്യാമ്പിൽ ചികിത്സയിലിരുന്നവരാണ് മരിച്ചത്. ആഭ്യന്തര കലാപം തുടരുന്ന ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ അൽ ഖൈദ ബന്ധമുള്ള സൈന്യം 23 ഗ്രാമീണരെ കൊലപ്പെടുത്തി. നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി. ആക്രമണം ഭയന്ന് ഗ്രാമീണർ സമീപ ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തു. ബുധനാഴ്ച വടക്കൻ കിവു പ്രവിശ്യയിൽ 17 ഗ്രാമീണരെ വിമതർ കൊലപ്പെടുത്തിയിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയിൽ വാക്കേറ്റം. ഓവൽ ഓഫീസിൽ നടന്ന നാടകീയമായ ചർച്ചയ്ക്കിടെ വ്ളാഡിമിർ സെലൻസ്കിയുമായി ഉണ്ടായ അതിരൂക്ഷ തർക്കത്തെ തുടർന്ന് സംയുക്ത വാർത്താ സമ്മേളനം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി. പിന്നാലെ വൈറ്റ് ഹൗസിൽ നിന്ന് സെലൻസ്കി മടങ്ങി. ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരം. മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായതായി വത്തിക്കാൻ അറിയിച്ചു. ഛർദിയെ തുടർന്ന് ശ്വാസതടസ്സം മൂർച്ഛിച്ചതാണ് നില വഷളാക്കിയത്. ഇതേ തുടർന്ന് മാർപ്പാപ്പയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ 14-നാണ് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റംസാൻ വ്രതാരംഭം. സൗദി അറേബ്യ, ഒമാൻ, UAE, ഖത്തർ എന്നിവിടങ്ങളിൽ മാസപ്പിറ കണ്ടതായി ഗൾഫ് രാജ്യങ്ങൾ സ്ഥിരീകരിച്ചു. റംസാൻ മാസത്തിൽ രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സമയം 6 മണിക്കൂറാക്കി ഖത്തർ തൊഴിൽ മന്ത്രാലയം. 2 മണിക്കൂറാണ് തൊഴിൽ സമയത്തിൽ ഇളവ് ലഭിക്കുക. തൊഴിൽ നിയമം അനുസരിച്ചാണ് മന്ത്രാലയം സമയക്രമീകരണം നടത്തിയത്. വീഡിയോ കോളിംഗ് സേവനമായ സ്കൈപ്പ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനം മെയ് മാസത്തിൽ നിർത്തുമെന്ന് XDAയുടെ റിപ്പോർട്ട്. സ്കൈപ്പിന്റെ പ്രവർത്തനം നിൽക്കുന്നതിന് മുൻപായി ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് സന്ദേശം ദൃശ്യമായി. എന്നാൽ ഈ വാർത്തയിൽ പ്രതികരണത്തിനായി മൈക്രോസോഫ്റ്റിനെ XDA സമീപിച്ചെങ്കിലും കമ്പനി മൗനം വെടിഞ്ഞിട്ടില്ല. വിദേശ ബഹിരാകാശ പര്യവേഷകനെ സ്വീകരിക്കാൻ ഒരുങ്ങി ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്. പാകിസ്ഥാനിൽ നിന്നുള്ള ബഹിരാകാശ പര്യവേഷകനെ സ്വന്തം നിലയിൽ പരിശീലനം നൽകി അയക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും കരാറുണ്ട്. യുഎസിലെ വാഷിംഗ്ടണിൽ പ്രദർശനത്തിനിടെ തിയേറ്റർ മേൽക്കൂര തകർന്നു വീണു. ഹോളിവുഡ് ചിത്രമായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ പ്രദർശനത്തിനിടെയാണ് സംഭവം. തിയേറ്ററിനകത്ത് ഉണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. പ്രദർശനം നടക്കുന്നതിനിടെ മേൽക്കൂരയുടെ ഭാഗം അടർന്ന് ഇരിപ്പിടങ്ങൾക്ക് മേൽ പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫയർ ഫൈറ്റേഴ്സ് സ്ഥലത്തെത്തി. മേൽക്കൂര തകർന്നു വീഴാനുണ്ടായ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ കിരീട പ്രതീക്ഷ മങ്ങുന്നു. 6 വിക്കറ്റ് ശേഷിക്കെ വിദർഭയ്ക്ക് 286 റൺസ് ലീഡ്. കരുൺ നായർ സെഞ്ചുറിയും ഡാനിഷ് മലേവാർ അർദ്ധ സെഞ്ചുറിയും നേടി.
പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. തുടർച്ചയായി അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും അതോറിറ്റി. പകൽ 10 മുതൽ 3 വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നടത്തുന്ന വൈദ്യുത ദീപാലങ്കാര പ്രവൃത്തികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ യോഗം നാളെ ചേരും. തൃശൂർ കുറൂരമ ഹാളിൽ ചേരുന്ന യോഗം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ ഭരണസമിതി അംഗം സി മനോജ് അധ്യക്ഷനാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ സഹസ്രകലശ ചടങ്ങുകൾക്ക് മാർച്ച് 2-ന് തുടക്കമാകും. 1-ാം ദിവസം ദർശന നിയന്ത്രണമുണ്ടാകും. മാർച്ച് 2 മുതൽ 9 വരെയായിരിക്കും ക്ഷേത്രകലശ ചടങ്ങുകൾ ഉണ്ടാവുക. പാലക്കാട് പട്ടാമ്പിയിൽ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക, അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പി മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പ്രതിഷേധം. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പി നാസറിന്റെ അധ്യക്ഷതയിൽ KR നാരായണസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നെടുമുടിയിൽ സർക്കാരിനെതിരെ നെടുമുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ ധർണ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് സർക്കാർ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് സജി ജോസഫ് പറഞ്ഞു. മലപ്പുറം തിരൂരിൽ പൂക്ക ചാമ്പ്രക്കുളം റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പരപ്പരങ്ങാടി സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് പട്ടാമ്പിയിൽ 21.5 ഗ്രാം MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി പോലീസിന്റെ രാത്രികാല പരിശോധനയ്ക്കിടെയാണ് യുവാവ് പിടിയിലായത്. കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫയാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം തുമ്പയിൽ 37 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കരിമണൽ സ്വദേശി സഞ്ജു ആണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘത്തിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസുമായി സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 37 ഗ്രാം MDMA പിടികൂടിയത്. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ഗജരാജൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചെരിഞ്ഞു. 62 വയസ്സായിരുന്നു. തൃശൂർ ചാഴൂരിലെ ക്ഷേത്രവളപ്പിൽ തളച്ചിരുന്ന ആന ഇന്ന് പുലർച്ചെയാണ് ചെരിഞ്ഞത്. തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അയ്യപ്പൻ. തൃശൂർ കൊടകര പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവ മാലിന്യ സംസ്കരണത്തിനായി ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായാണ് ബക്കറ്റ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടകര പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വട്ടംകുളത്ത് കുടുംബശ്രീ CDS-ന് കീഴിൽ പൊതുസഭയും ഹരിത അയൽക്കൂട്ടം പഞ്ചായത്ത് തല പ്രഖ്യാപനവും RP-മാർക്കുള്ള ആദരവും ബ്ലോക്ക് കോർഡിനേറ്റർക്കുള്ള യാത്രയയപ്പും നടത്തി. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. ആസിഫ് അലി നായകനാകുന്ന പുതിയ ചിത്രം ആഭ്യന്തര കുറ്റവാളിയുടെ ടീസർ പുറത്തിറങ്ങി. നവാഗതനായ സേതുനാഥ് പത്മകുമാർ ചെയ്യുന്ന ചിത്രത്തിൽ പുതുമുഖ താരം തുളസിയാണ് നായിക. ജഗദീഷ്, ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. ഏപ്രിൽ 3-ന് ആഭ്യന്തര കുറ്റവാളി തിയേറ്ററുകളിലെത്തും. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് അജിത് നായകനാകുന്ന ഗ്യാങ്സ്റ്റർ ത്രില്ലർ ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ ടീസർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ടീസറിൽ പല ഗെറ്റപ്പിൽ അജിത്ത് എത്തുന്നുണ്ട്. തൃഷയാണ് സിനിമയിൽ നായികയായി എത്തുന്നത്. രമ്യ എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിക്കുന്നത്. തൃഷയ്ക്ക് പുറമെ തെന്നിന്ത്യൻ നായിക സിമ്രാനും സിനിമയുടെ ഭാഗമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്.
ഗുരുവായൂർ ദേവസ്വം ആഭിമുഖ്യത്തിൽ ഗജരത്നം ഗുരുവായൂർ പത്മനാഭന്റെ 5ാം അനുസ്മരണ ദിനം ആചരിച്ചു. ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ ഗുരുവായൂർ പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടന്നു. രണ്ടായിരത്തി 24-25 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.3% റിപ്പോർട്ട് പുറത്തുവിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. 2ാം പാദത്തെ അപേക്ഷിച്ച് പ്രകടനം മെച്ചപ്പെടുത്തിയത് പ്രതിസന്ധിയുടെ പാതയിൽ നിന്ന് രാജ്യം തിരിച്ചു വരുന്നുവെന്ന സൂചനയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന മത്സ്യത്തൊഴിലാളി വിധവകൾക്കുള്ള പെൻഷൻ കുടിശ്ശിക അനുവദിച്ചു. 5 മാസത്തെ കുടിശ്ശികയായ 8,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് തുക ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ദേശീയപാത 66-ന്റെ ആദ്യ റീച്ച് നിർമ്മാണ പ്രവൃത്തികൾ മാർച്ചിൽ പൂർത്തിയാകും. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള പ്രവൃത്തികൾ 90% പൂർത്തീകരിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായി ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ SNDP പേരിശ്ശേരി ശാഖയുടെ ഗുരുക്ഷേത്ര സമർപ്പണവും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മവും നടന്നു. ക്ഷേത്രം തന്ത്രി സുജിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത്. ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പരമേശ്വരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ജോയിന്റ് കൗൺസിൽ വർക്കല മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം VK മധു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് കൃഷ്ണകുമാർ TJ അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സമ്മേളനം നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ ചിങ്ങവനം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക സമ്മേളനവും അവാർഡ് വിതരണവും നടന്നു. അതുരാശ്രമം സെക്രട്ടറി ഡോക്ടർ EK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുറ്റിപ്പുറത്ത് നടുവട്ടം AUP സ്കൂളിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ പൊതു ഇടം പഠനോത്സവം പരിപാടിക്ക് സമാപനം. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക N ബിജി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ പ്രൊജക്ടിന്റെ സമാപന സമ്മേളനം നടന്നു. വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി റോഡരികിൽ ട്രാഫിക് കോൺവെക്സ് മിറർ, സൈൻ ബോർഡ് എന്നിവയും സ്ഥാപിച്ചു. നികുതി വർദ്ധിപ്പിച്ച് സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് സാധാരണ ജനത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വില്ലേജ് ഓഫീസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ആല സർവീസ് സഹകരണ സംഘത്തിൽ നിക്ഷേപക കൂട്ടായ്മ ഉപവാസ സമരം നടന്നു. 50ഓളം പേർ സമരത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്കും സഹകരണ മന്ത്രിക്കും പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആരോപണവും ഉയരുന്നു. രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഈറ്റ് റൈറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വാക്കത്തോൺ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുജനങ്ങളിൽ സുരക്ഷിതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ പദ്ധതിയാണ് ഈറ്റ് റൈറ്റ് ഇന്ത്യ. മലപ്പുറം വണ്ടൂരിൽ കുടുംബശ്രീ CDS മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്ക് വായ്പാ വിതരണം നടത്തി. വിതരണത്തിന്റെ വണ്ടൂർ ശാഖാതല ഉദ്ഘാടനം AP അനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VM സീന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വായ്പാ വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P സിദ്ദിഖ് നിർവഹിച്ചു. കൊല്ലത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറും തീയിട്ട് നശിപ്പിച്ചതായി പരാതി. മാടൻനടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദീപക്കാണ് പരാതി നൽകിയത്. സംഭവത്തെക്കുറിച്ച് ഇരവിപുരം പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. ഇടവേള.